ജേക്കബ് ജോർജ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ജേക്കബ് ജോർജ്. ഇപ്പോൾ സേനാപതി വേണുവിൻ്റെ ആഗ്രഹം, അദ്ദേഹം സ്വപ്നം കാണുന്നത് വൈകുന്നേരം നരേന്ദ്രമോദി ആ BJP ആസ്ഥാനത്തേക്ക് എന്തായാലും എത്തുന്നുണ്ടല്ലോ. അദ്ദേഹം ആ പാവം അണികളെയൊക്കെ കാണുന്നുണ്ട്, നേതാക്കന്മാരെയൊക്കെ കാണുന്നുണ്ട്, അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അദ്ദേഹം അഭിസംബോധന ചെയ്യാനുള്ള പ്രസംഗമൊക്കെ 2 ദിവസം മുമ്പേയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാകണം. അതിൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി ആ മെഡിറ്റേഷൻ ആയതുകൊണ്ട് വിവേകാനന്ദ പാറയിൽ അങ്ങനെ അവിടെ ഇരുന്നൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലാത്ത സമയങ്ങളിൽ അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാകും. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ആ പ്രസംഗം നടത്തുകയാണെങ്കിൽ അവിടെ പറയേണ്ടത് എന്താണെന്ന് ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും വൈകുന്നേരം ഒരു പ്രസംഗം കേൾക്കാൻ സാധിക്കും. ചിലപ്പോൾ ചില ആക്ഷൻസും കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്, 2019 2014 ഒക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഇപ്പോൾ സേനാപതി വേണുവിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു രീതി ആയിരിക്കുമോ ഉണ്ടാകുക BJP ആസ്ഥാനത്ത്? അല്ല, BJP സേനാപതി വേണു ഇങ്ങനെ തിരുവനന്തപുരത്ത് അല്ലെ കേരളത്തിലിരുന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദി കേൾക്കണമെന്നില്ല, റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ. പക്ഷേ ആശയപരമായിട്ട് സേനാപതി വേണു പറഞ്ഞതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. കാരണം നരേന്ദ്രമോദി എന്ന ആ ബിംബം ഉണ്ടല്ലോ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മുമ്പിൽ ഇന്ന് വീണ് തകർന്ന് ഉടഞ്ഞു. അദ്ദേഹം സ്വയം ഉയർത്തുകയായിരുന്നു ബിംബമായിട്ട്. ഞാൻ തപസ്സിരിക്കുന്ന നരേന്ദ്രമോദി, ഇങ്ങനെ അസാമാന്യ ലോക ഗുരുവായ നരേന്ദ്രമോദി, ലോകം കീഴടക്കിയ നരേന്ദ്രമോദി, ഇന്ത്യയിൽ വലിയ മുന്നേറ്റത്തിന് കളമൊരുക്കിയ നരേന്ദ്രമോദി. അതുകൊണ്ട് നരേന്ദ്രമോദിയാണ് കേരളത്തിലും ഭോപ്പാലിലും മധ്യപ്രദേശിലും UP-യിലുമൊക്കെ നരേന്ദ്രമോദിയാണ് വോട്ട് ചോദിക്കുന്നത്. നരേന്ദ്രമോദിക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥികളും അങ്ങനെയാണല്ലോ. സ്ഥാനാർത്ഥികളെല്ലാം നരേന്ദ്രമോദിയോടൊപ്പം പേര് ചേർത്താണ് BJP സ്ഥാനാർത്ഥികൾ പോസ്റ്ററുകൾ ഉണ്ടാക്കിയത്. ഒരുപക്ഷെ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാവാം, അല്ലെങ്കിൽ അവർ സ്വയം കാരണം നരേന്ദ്രമോദി ഞങ്ങളെ രക്ഷിക്കും എന്ന് വിചാരിച്ചതുകൊണ്ടാവാം. അവിടെ നമുക്ക് അങ്ങേയറ്റം വലിയ പ്രധാനപ്പെട്ട BJP നേതാക്കളൊക്കെ നിഷ്പ്രഭരായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ യോഗി ആദിത്യനാഥ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ പല BJP നേതാക്കളും നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഒന്നുമല്ലാതാവുന്നതും കണ്ട് അത് തിരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രമല്ല കുറേ കാലമായിട്ട് അങ്ങനെയാണ് സ്ഥിതി. പക്ഷേ നരേന്ദ്രമോദിയുടെ പേരിൽ ഇന്ത്യയിൽ ഒരു തരംഗവും ഉണ്ടായില്ല. BJPക്കും ഒരു തരംഗമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസ് ചത്തുപോകും, കോൺഗ്രസ് മുക്തമൊക്കെ രാജ്യമാണ് ഇനി വേണ്ടത് എന്ന് പറഞ്ഞു നടന്ന നരേന്ദ്രമോദിക്ക് അവസാനം കോൺഗ്രസ് 232, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി 232 സീറ്റുമായിട്ട് ഉയരത്തിലേക്ക് കുതിക്കുന്നതും കാണേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് BJPയുടെ പരാജയം മാത്രമല്ല, വ്യക്തിപരമായിട്ട് നരേന്ദ്രമോദിയുടെ പരാജയം തന്നെയാണ്. ആ പരാജയം അദ്ദേഹത്തിന് മാത്രം. ജോർജ്, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നരേന്ദ്രമോദി മനസ്സിലെങ്കിലും കരുതി വൈകുന്നേരം പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ അത് ഉൾപ്പെടുത്തുവോ എന്നൊക്കെയാണ് നമ്മളിനി കാത്തിരുന്ന് കാണുന്നത്.